Hello everyone, welcome to my channel. Today we are going to study the new chapter decimals. Chapter 8 decimals. We know that dot represents the decimal point. In this chapter we will learn more about working with decimals. What is decimal? What is decimal? Decimals are the method of writing fractional numbers without numerator and denominators. Decimal are method of writing fractional numbers without numerator and denominators. Decimals are special numbers whose fractions have denominator in the system of tens. 3 by 10, 4 by 100. Decimals are special numbers whose fractions have denominator in the system of tens. 25 by 1000. 10 into 10, 100, 1000, 10,000, etc. അന്നേരം ഡെസിമൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫ്രാക്ഷണൽ നമ്പർ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഡിനോമിനേറ്റർ എന്തായിരിക്കണം? 10ഓ 100ഓ 1000, 10ൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരണം. ഇൻ ഓൾജിബ്ര എ ഡെസിമൽ നമ്പർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ നമ്പർ whose whole number part and fractional part is separated by a decimal point. 23.546. The decimal number can be defined as the number whose whole number part. 23 is the whole number part. Whole number part. This is decimal point. Fraction and fractional part. Fractional part. ഡെസിമൽ നമ്പർ എങ്ങനെയാണ് വരുന്നത്? ഇതിനൊരു ഫ്രാക്ഷണൽ ഹോൾ നമ്പർ പാർട്ടും ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. ഈസ് സെപ്പറേറ്റഡ് ബൈ ദ ഡെസിമൽ പോയിൻ്റ്. ഇത് മനസ്സിലായല്ലോ. ഡെസിമൽ പോയിൻറ്റിൻ്റെ ലെഫ്റ്റിൽ വരുന്നത് ഹോൾ നമ്പരും റൈറ്റിൽ വരുന്നത് ഫ്രാക്ഷണൽ പാർട്ടും ആണ്. ഈ ഫ്രാക്ഷണൽ പാർട്ടും ഹോൾ നമ്പറും സെപ്പറേറ്റഡ് ബൈ എ ഡെസിമൽ point. The dot in the decimal number is called decimal point. ഇതിനെയാണ് ഡെസിമൽ പോയിൻ്റ് എന്ന് പറയുന്നത്. The digit following the decimal point show the value smaller than 1. ഇത് കഴിഞ്ഞ് വരുന്ന എല്ലാം എന്താണ്? 1ൽ കുറവാണ്. ഇങ്ങോട്ട് വരുന്ന എല്ലാം 1ൽ കൂടുതലാണ്. അതായത് എന്താണെന്നോ 5, 4, 6 എന്നേ വരത്തുള്ളൂ. നമ്മൾ വായിക്കുമ്പോൾ 546 എന്ന് പറയത്തില്ല. ഈ ഡെസിമൽ കഴിഞ്ഞ് റൈറ്റിലെ ഭാഗം എന്താണ്? ഇതെന്ന് പറയുന്നത് എന്താണ്? ദ വാല്യൂ സ്മാളർ ദാൻ 1 ആണ്. മനസ്സിലായി എങ്ങനെയെന്ന്? ദ ഡിജിറ്റ്സ് ഫോളോയിങ് ദ ഡെസിമൽ പോയിൻറ്റ് ഷോ എ വാല്യൂ സ്മാളർ ദാൻ 1. ഇതിൻ്റെ റൈറ്റിലോട്ട് വരുന്ന ഫ്രാക്ഷണൽ പാർട്ടാണ്. ഫ്രാക്ഷണൽ പാർട്ടെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, 1/3 എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ 1 ആണ്. 2/3 എന്താണ്? ലെസ് ദാൻ 1 ആണ്. പിന്നെ 1/10 ഇതെന്താണ്? ലെസ് ദാൻ 1 ആണ്. അന്നേരം ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? അത് എപ്പോഴും എന്താണ്? ലെസ് ദാൻ 1 ആയിരിക്കും. അതാ പറഞ്ഞേക്കുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് ദ ഡിജിറ്റ്സ് ഫോളോയിങ് ദ ഡെസിമൽ പോയിൻറ്റ് ഷോ എ വാല്യൂ സ്മാളർ ദാൻ 1. എ ഫ്രാക്ഷൻ ഹൂസ് ഡിനോമിനേറ്റർ ഈസ് എ പവർ ഓഫ് 10 whose numerator is expressed by figures placed to the right of the decimal point. എന്നിട്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അന്നേരം ഒരു ഡെസിമൽ നമ്പറിന് ഹോൾ നമ്പേഴ്സും ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. അതിനെ മാറ്റുന്ന ഏതാണ്? ഒരു ഡെസിമൽ പോയിൻ്റ് കൊണ്ടാണ് മാറ്റുന്നത്. ഈ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞുള്ളതിന് ലെസ് ദാൻ 1 ആണ്. എന്നുവെച്ചാൽ അതിൻ്റെ സ്മാളർ ദാൻ 1 ആണ് ഇതിൻ്റെ വില.
ഇത് ഹോൾ നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? സീറോയേക്കാൾ വലുതുള്ളതിനെ എന്ത് പറയാം? ഹോൾ നമ്പർ എന്ന്. സീറോയോ അതിനേക്കാൾ വലുതുള്ളതിനെ എന്ത് പറയാം? ഹോൾ നമ്പർ എന്ന് പറയാം. എന്നാൽ ഡെസിമൽ നമ്പേഴ്സ് കൺസിസ്റ്റ് ഓഫ് 3 parts. One is the whole number, second is the decimal point, third is fractional part. In a decimal number, the digits to the left of decimal point are whole numbers. The digits to the right of the decimal point are fractional part. It represents 5 in 10th place. 10th place. ആദ്യത്തെ എന്താണ്? 10th place. Second is 100th place. Hundreds അല്ല, 100th place. 6 is in 1000th place. എന്താണ് TH വന്നാൽ എന്താണെന്നോ? 1/10, 1/100, 1/1000. അന്നേരം the digits to the right of the decimal point are called fractional part and represents tenths അല്ല, 10th അല്ലേ, 10ths and 100ths and 1000th and so. അന്നേരം ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ദ ഡെസിമൽ ആർ ബേസ്ഡ് ഓൺ ദ പ്രൊസീഡിങ് പവേഴ്സ് ഓഫ് 10. Thus, as we move from left to the right, the place value of the digits gets divided by 10. എന്ന് വെച്ചാൽ ഇപ്പോൾ എങ്ങനെയാണെന്നോ നമ്മളിപ്പം എഴുതുക, സാധാരണ എങ്ങനെ എഴുതുന്നത്? നമ്മൾ സാധാരണ വൺസ്, ടെൻസ്, നമ്മൾ നമ്പേഴ്സ് അങ്ങനെയല്ലേ എഴുതുന്നത്? ഹൺഡ്രഡ്സ് ലെഫ്റ്റിലോട്ടാണ് എഴുതുന്നത് അല്ലേ. ഇത് വൺസ്, ടെൻസ്, 100 നമ്മളിങ്ങനെ പ്ലേസ് വാല്യൂ ചാർട്ട് എഴുതാൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞാൽ എന്താണെന്നോ? 10th, 10ths, 100ths, 1000th. എന്നാൽ പ്ലേസ് വാല്യൂ നോക്കുമ്പോൾ ഇത് 100 അല്ലേ. അന്നേരം 100ൽ നിന്ന് 10സിലോട്ട് വരണമെങ്കിൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ഡിവൈഡഡ് ബൈ 10. 10സിൽ നിന്ന് 1സിലോട്ട് വരണമെങ്കിൽ എന്ത് കൊടുക്കണം? ഡിവൈഡഡ് ബൈ 10. 1സിൽ നിന്ന് 10th വരണമെങ്കിൽ പിന്നെ എന്ത് കൊടുക്കണം? ഡിവൈഡഡ് ബൈ 10. 10th നിന്ന് 100ലോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 10. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴും എന്താണ്? ഡിവൈഡഡ് ബൈ 10. എന്നാൽ നമ്മൾ ഇങ്ങോട്ട് വരുംതോറും നമ്മൾ എന്ത് കൊടുക്കും? 10 ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അന്നേരം നമ്മളെന്താണ്? ലെഫ്റ്റിൽ നിന്ന് എന്തോ വരിക? റൈറ്റിലോട്ട് വരിക. ലെഫ്റ്റ് ടു റൈറ്റ്. റൈറ്റ് വരുമ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നത്? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതേസമയം റൈറ്റ് ടു ലെഫ്റ്റ് ഇവിടുന്ന് അങ്ങോട്ട് വരുവാണെങ്കിൽ എന്ത് കൊടുക്കണം? 10 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താണ് പോകുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ്? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. അന്നേരം വി ഡിവൈഡഡ് ബൈ 10 മീനിങ് ദ ഡെസിമൽ പ്ലേസ് വാല്യൂ ഡിറ്റർമിൻസ് ദ ടെൻസ്, 100th, 1000th. The 10th means 1/10 in the decimal form. 1/10 in the decimal form, it is written as 0.1. And 100th means 1/100. It is written as 0.01. It is 0.01. 1000th is 1/1000. It is 0.001. എന്നിട്ട് 1/10 എങ്ങനെയാണ് പറയുന്നത്? 0.1 എന്നുവെച്ചാൽ 10 എന്ന് പറയുമ്പോൾ ഒരു സീറോയേ ഉള്ളൂ. ഒരു സീറോ ഉള്ളെങ്കിൽ ഒരു ഡെസിമൽ പ്ലേസ്. 100 എന്ന് പറയുമ്പോൾ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 100 എന്ന് പറയുമ്പോൾ 2 സീറോ ഉണ്ട്. അന്നേരം 2 ഡെസിമൽ പ്ലേസ്. അന്നേരം ഡെസിമൽ പ്ലേസ് നമുക്ക് 2 നമ്പർ ഇല്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റിലാണ് സീറോ ഇടുന്നത്. 1ൻ്റെ അപ്പുറത്ത് സീറോ ഇടത്തില്ല, അതിന് വിലയില്ല. എന്നാൽ നമ്മൾ 1ൻ്റെ ലെഫ്റ്റിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? സീറോ ഇടുന്നത്. 1/1000 എന്ന് പറയുമ്പോൾ എത്ര സീറോ ഉണ്ട്? 3 സീറോ ഉണ്ട്. അന്നേരം എത്ര ഡെസിമൽ പ്ലേസ് വരും? 3 ഡെസിമൽ പ്ലേസ്
വരും. അന്നേരം 1 കഴിഞ്ഞ് എങ്ങോട്ടാണ് 0 ഇടുന്നത്? ലെഫ്റ്റിലോട്ട്. അന്നേരം 1 2 3 3 ഡെസിമൽ പ്ലേസ് വരും. അന്നേരം നിങ്ങൾക്കിത് മനസ്സിലായി കാണുമല്ലോ, ഡെസിമൽ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. എന്നാൽ ഡെസിമൽസ് ആർ ബേസ്ഡ് ഓൺ ദ പ്രൊസീഡിങ് പവേഴ്സ് ഓഫ് 10. Thus, as we move from left to right, the place value of digits gets divided by 10, meaning the decimal place value determines the tenths, hundredths, thousandth. The tenth means 1/10. 1/10 in decimal form it is 0.1. Hundredth means 1/100. The decimal form it is 0.01 and thousandth means 1/1000. The decimal form it is 0.001. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അന്നേരം നമ്മൾ ഇത്രയുമാണ് ഡെസിമൽ പോയിൻ്റ് പഠിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്നേരം ടു അണ്ടർസ്റ്റാൻഡ് ദ പാർട്സ് ഓഫ് വൺ ഹോൾ. നമ്മളൊന്നും പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ഹോൾ, ഒരു കേക്കിനെ നിങ്ങൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം? ഇവിടെ ഫ്രാക്ഷണൽ നമ്പേഴ്സ് തന്നെയാണ്, പക്ഷേ ഇവിടെ എല്ലാം എന്താണ് 10 100 1000 ഡിനോമിനേറ്റർ വരുന്നത്. അന്നേരം ഈ കേക്കിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണം? 10 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. 1 2 3 4 5 6 7 8 9 10. അന്നേരം ഇതൊരു ബ്ലോക്കായിട്ട് കണ്ടുപിടിച്ചാൽ ടു അണ്ടർസ്റ്റാൻഡ് ദ പാർട്സ് ഓഫ് വൺ ഹോൾ we represent the one unit by a block. ഒരെണ്ണം എടുത്ത് അല്ലേ, 1 block divided into 10 equal parts. Each part is 1/10. 1/10 means 1/10. 1/10 means എന്താണ്? 1/10 എന്നാ പറയുന്നത്. അന്നേരം ഒരു കേക്കിനെ നിങ്ങൾ എന്തെടുത്തു? 10 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അന്നേരം അതിനെ 1/10 എന്ന് പറയാം, അതിനെ എന്ത് പറയാം? 1/10 എന്ന് പറയാം. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1/10 ഈസ് റിട്ടൺ ആസ് 0.1. എന്താ കാര്യം? 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അന്നേരം ഹൗ മെനി സീറോസ്? 1 zeros. എന്നാൽ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് ഈസ് 1, 0.1. It can be written as 0.1 in the decimal notation. Every fraction with the denominator 10 can be written in the decimal form. Now 3/10 is 0.3. അന്നേരം 10 വന്നാൽ ഒരു ഡെസിമൽ പ്ലേസ് വരാവും. 5/10 is 0.5. ഇനി 32/10 ഇവിടെ എത്ര വരാവൂ? 1 ഡെസിമൽ പോയിൻ്റ് വരാവും, അല്ല ഡെസിമൽ പ്ലേസ് വരാവും. അന്നേരം നമ്മൾ എങ്ങനെ എഴുതണമെന്ന് 32 എഴുതിയാൽ പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡെസിമൽ പ്ലേസേ വരാവൂ? ഒരു ഡെസിമൽ പ്ലേസേ വരാവൂ. എന്നാൽ 3.2. ഇപ്പം 315/10 എന്ന് പറയുമ്പോൾ എത്ര ഡെസിമൽ പ്ലേസേ വരാവൂ? 1 ഡെസിമൽ പ്ലേസേ വരാവൂ. അന്ന് എവിടെയാണ് കുത്തിടണ്ടേ? ഇവിടെയാണ് കുത്തിടേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഡെസിമൽ പ്ലേസ് വരാവും. ഒരു എക്സാമ്പിളൂടെ പറയാം. 12/10. 12/10 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 12 വന്നാൽ ഇങ്ങോട്ടിട്ടാൽ നമുക്ക് 2 ഡെസിമൽ പ്ലേസ് വരും. ഇവിടെ എത്ര ഡെസിമൽ പ്ലേസേ വരാവും? 1 ഡെസിമൽ പ്ലേസ്. അന്നേരം 1.2. ഇപ്പോൾ 256/10. അന്നേരം 256 പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡെസിമൽ പ്ലേസേ വരാവും? 1 ഡെസിമൽ പ്ലേസ് വരാവും. ഇപ്പം 6/10 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഡെസിമൽ പ്ലേസേ വരത്തുള്ളൂ. അത് നമ്മുടെ ഇവിടെ 0 ഇട്ടേക്കുക കേട്ടോ, 0.6 എന്നുവെച്ചാൽ ഇവിടെ വേറെ നമ്പറില്ലെന്ന് കാണിക്കാനാണ് 0 കാണിച്ചേക്കുന്നത്, 0.6. എന്നാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണൂല. അടുത്തത് എവരി ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റർ 100. ഇനി ഡിനോമിനേറ്റർ 100 ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഡെസിമൽ നൊട്ടേഷൻ 3/100. 100 എന്ന് പറയുമ്പോൾ എത്ര 0 ഉണ്ട്? 2 0 ഉണ്ട്. അന്നേരം നമുക്ക് എത്ര ഡെസിമൽ പ്ലേസ് വേണം? ഇവിടെ ഒരു 3 മാത്രമേ ഉള്ളൂ. ഒരു ഡെസിമൽ പ്ലേസ് വരുമ്പോൾ നിങ്ങൾ ലെഫ്റ്റിലാണ് ഇടേണ്ടത്, റൈറ്റിലോട്ടല്ല ഇടേണ്ടത്. എന്നിട്ട് 0.03. ഇപ്പോൾ 23/100. അന്നേരം നമുക്ക് 23 എഴുതാം. എത്ര ഡെസിമൽ പ്ലേസ് വേണം? 2 1 2 അല്ലേ? ഇവിടെ 0 ചുമ്മാതിട്ടേക്ക് 0.23.
ഇവിടെ നമുക്ക് 0 ഇടേണ്ട കാര്യം ഇല്ല. ഇനി അടുത്തത് 15/100. എന്നാൽ നമ്മൾ 15 എഴുതുക. എത്ര ഡെസിമൽ പ്ലേസ് വേണം? 2. അന്നേരം 1 2. ഇവിടെ വേണമെങ്കിൽ 0.15. ഇനി 215/100 എന്ന് പറയുമ്പോൾ 215 നമ്മൾ എഴുതി. എത്ര ഡെസിമൽ പ്ലേസ് വേണം? 2 ഡെസിമൽ പ്ലേസ്. എന്നാൽ 1 2. എന്നിട്ട് എവിടെ എഴുതണ്ടേ? 2.15 ആണ് എഴുതേണ്ടത്. ഇപ്പം 326/100. എന്നിട്ട് നമ്മളെങ്ങനെ എഴുതണം? 326 എഴുതണം. എത്ര ഡെസിമൽ പ്ലേസ് വേണം? 2. 1 2. 3.26. 8/100. അന്നേരം 8 എഴുതി. എത്ര ഡെസിമൽ പ്ലേസ് വേണം? 2 ഡെസിമൽ പ്ലേസ്. എന്നാൽ നമ്മളിവിടെ എന്തെടുത്തു? 0 കൂടെ ഇട്ടു. 0.08. അടുത്ത 25/100. അന്നേരം 25 എഴുതി. എത്ര ഡെസിമൽ പ്ലേസ് വേണം? 2. അന്നേരം 1 2. നമ്മൾ ലെഫ്റ്റിൽ നിന്നാണ് നോക്കുന്നത്, ഇവിടെ നിന്നല്ല നോക്കുന്നത്, ലെഫ്റ്റ്. 1 2. 0.25. എന്നാൽ നിങ്ങൾക്ക് ഡെസിമൽ പോയിൻ്റ് എഴുതാൻ അറിയാമല്ലോ. അതുപോലെ 1000 വന്നാലും നമുക്ക് എങ്ങനെ എഴുതാം? അപ്പം 1/1000. എത്ര 0 വേണ്ട? 3 0. അന്നേരം 1 ഇട്ടാൽ 3 ഡെസിമൽ പ്ലേസ് വേണം. ഇവിടെ 0 നമ്മൾ ഇടുന്നതാണ് കേട്ടോ. ഇവിടെ നമ്മൾ നമ്പരൊന്നും ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടിയാണ് 0 ഇടുന്നത്. 0.001. ഇപ്പം 3/1000. 3 എഴുതി. എത്ര ഡെസിമൽ പോയിൻ്റ് വേണം? 2. എന്നാൽ മൊത്തം 3. 0.003. ഇപ്പം 23/1000. അന്നേരം 23 എഴുതി. ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് വേണം? 3 ഡെസിമൽ പ്ലേസ്. എന്നാൽ 1 2 3. 0.023. ഇപ്പം 235/1000 നമ്മൾ 235 എഴുതി. എത്ര ഡെസിമൽ പ്ലേസ് എഴുതണം? 3 ഡെസിമൽ പ്ലേസ്. 1 2 3. ഇവിടെ പോയിൻ്റ് ഇടുക. ഇവിടെ 0.235. അടുത്ത 126/1000. 1000 എന്ന് പറയുമ്പോൾ എത്ര ഡെസിമൽ പ്ലേസ് വേണം? 3 ഡെസിമൽ പ്ലേസ്. 1 2 3. ഇവിടെ 0 ഇട്ടേക്കാം. 0.0123. എന്നാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. 1 എക്സാമ്പിൾ. ഇപ്പോൾ 61/1000. ഹൗ മെനി ഡെസിമൽ പ്ലേസ്? 3 ഡെസിമൽ പ്ലേസ്. 61 1 2 3. 0.061. നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു. ഇനി നമുക്ക് കുറച്ച് വെയ്റ്റ്സ് ഒക്കെ വരും. വെയ്റ്റ് ഇത് റിലേറ്റിംഗ് ടു ഓർ ഡിനോട്ടിംഗ് ദ സിസ്റ്റം ഓഫ് കറൻസി, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ഓർ അതർ യൂണിറ്റ്സ് ഇൻ വിച്ച് സ്മാളർ യൂണിറ്റ്സ് ആർ റിലേറ്റഡ് ടു ദ പ്രിൻസിപ്പൽ യൂണിറ്റ്സ് ആസ് ദ പവർ ഓഫ് 10. അന്നേരം നമ്മൾ കറൻസി വന്ന് ഇപ്പം നമ്മൾ പറയുക 3 രൂപയും 50 പൈസയും. എന്നാൽ നമ്മളെങ്ങനെ പറയുന്നത്? 3.50 നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ? അതേപോലെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ പറയുക 3.5 കിലോ പൊട്ടറ്റോ വേണമെന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ എഴുതുന്നത്? 3.5 ഇങ്ങനെ എഴുതുന്നു. അന്നേരം ഇതിനൊക്കെ നമ്മൾ റിലേറ്റിംഗ് ടു ഓർ ഡിനോട്ടിംഗ് ദ സിസ്റ്റം ഓഫ് കറൻസി, വെയ്റ്റ്സ് അല്ലേ, മെഷേഴ്സ് ഓർ അതർ യൂണിറ്റ്സ് ഇൻ വിച്ച് സ്മാളർ യൂണിറ്റ്സ് ആർ റിലേറ്റഡ് ടു ദ പ്രിൻസിപ്പൽ യൂണിറ്റ് ആസ് ദ പവേഴ്സ് ഓഫ് 10. എന്നാൽ നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1 സെൻറ്റിമീറ്റർ = 10 മില്ലിമീറ്റർ ആണ് അല്ലേ? 1 സെൻറ്റിമീറ്റർ = 10 മില്ലിമീറ്റർ. എന്നാൽ 1 മില്ലിമീറ്റർ = 1/10 സെൻറ്റിമീറ്റർ അല്ലേ? 1 മില്ലിമീറ്ററാണ്. എന്നാൽ 10 ഇവിടെ വരുമ്പോൾ നമ്മൾ 1/10 സെൻറ്റിമീറ്റർ. അന്നേരം 5 മില്ലിമീറ്ററിനെ എങ്ങനെ എഴുതാം? 5 മില്ലിമീറ്റർ = 5/10 സെൻറ്റിമീറ്റർ = 0.5 സെൻറ്റിമീറ്റർ. ഇനി 12 മില്ലിമീറ്റർ = 12/10 സെൻറ്റിമീറ്റർ = 10 എന്ന് പറയുമ്പോൾ 1 ഡെസിമൽ പ്ലേസ് 1.2 സെൻറ്റിമീറ്റർ. ഇനി 25 മില്ലിമീറ്റർ മീൻസ് 25/10 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര ഡെസിമൽ പ്ലേസ് വരും? 1 ഡെസിമൽ പ്ലേസ് 2.5 സെൻറ്റിമീറ്റർ. എന്നാൽ നമ്മൾ സെൻറ്റിമീറ്റർ മില്ലിമീറ്ററിനെ നമുക്ക് എന്ത് കൊടുക്കാം?
ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. എന്നാൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 10 മില്ലിമീറ്ററിനാണ്. പിന്നെ 10 മില്ലിമീറ്റർ കൂടുമ്പോഴാണ് 1 സെൻറ്റിമീറ്റർ കിട്ടുന്നത്. എന്നാൽ നമ്മൾ ചെറിയ യൂണിറ്റ് ആക്കുക. 1 മില്ലിമീറ്ററിനെ എന്താക്കുക? സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ 1/10. 5 മില്ലിമീറ്റർ ആകുമ്പോൾ 5/10. 12 മില്ലിമീറ്റർ 12/10. 25 മില്ലിമീറ്റർ 25/10. ഇനി അടുത്ത നമ്മൾ പഠിച്ചത് എന്താണെന്നോ 1 മീറ്റർ. അടുത്ത 1 മീറ്റർ = 100 സെൻറ്റിമീറ്റർ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. 1 മീറ്റർ = 100 സെൻറ്റിമീറ്റർ. അന്നേരം 1 സെൻറ്റിമീറ്റർ = എങ്ങനെ പറയാം? 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 1/100 മീറ്ററാണ്. 1 സെൻറ്റിമീറ്റർ, അതായത് 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1 സെൻറ്റിമീറ്റർ എന്താണ്? 1/100 മീറ്ററാണ്. അന്നേരം 2 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 2/100 മീറ്ററാണ്. 2/100 എന്ന് പറയുമ്പോൾ എത്ര ഡെസിമൽ പ്ലേസ് വേണം? 2. എന്നാൽ 2 കഴിഞ്ഞ് ഇവിടെ ഇടുക. അന്നേരം നമുക്ക് എന്താ കിട്ടുക? 0.02 മീറ്റർ എന്ന് എഴുതാം. അടുത്തത് 25 സെൻറ്റിമീറ്റർ. അതിനെ എങ്ങനെ എഴുതാം? 25/100 മീറ്റർ = 2 ഡെസിമൽ പ്ലേസ്. അന്നേരം 0.25 മീറ്റർ. അടുത്ത 125 സെൻറ്റിമീറ്റർ. നമ്മൾ എങ്ങനെ എഴുതാം? 125 സെൻറ്റിമീറ്റർ നെ മീറ്റർ ആക്കുമ്പോൾ 100 മീറ്റർ. അന്നേരം എത്ര ഡെസിമൽ പ്ലേസ് വേണം? 2 ഡെസിമൽ പ്ലേസ്. 1.25 മീറ്റർ. ഇങ്ങനെ നമ്മൾ പഠിച്ചതാണ്. 1 മീറ്റർ = 100 സെൻറ്റിമീറ്റർ. എന്നാൽ 1 സെൻറ്റിമീറ്റർ = 1/100 മീറ്റർ. അടുത്ത നമ്മൾ പഠിച്ചേക്കുന്നത് 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ = 1000 മീറ്റർ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. 1 കിലോമീറ്റർ = അന്നേരം 1 മീറ്റർ = 1/1000 മീറ്റർ. എന്നാൽ 2 മീറ്റർ = 2/1000 മീറ്റർ = ഇവിടെ 1000 വന്നാൽ 3 ഡെസിമൽ പ്ലേസ് വേണം. എന്നാൽ 2 കഴിഞ്ഞാൽ 1 1 2 3. അത് 0.02 മീറ്ററായിട്ട് കിലോമീറ്ററായിട്ട് കിട്ടും. ഇനി അടുത്തത് 12 മീറ്റർ. 12 മീറ്റർ = 12/1000 കിലോമീറ്റർ അല്ലേ? കിലോമീറ്റർ. അന്നേരം നോക്കിയേ, നമുക്ക് കിലോമീറ്റർ ആകുമ്പോൾ 3 ഡെസിമൽ പ്ലേസ്. എന്നാൽ 0.012 കിലോമീറ്റർ. അപ്പം 256 മീറ്റർ = 256/1000 കിലോമീറ്റർ = 3 ഡെസിമൽ പ്ലേസ് മതി അല്ലേ? അന്നേരം 0.256 കിലോമീറ്റർ. അന്നേരം നമ്മൾ ഈ പഠിച്ചതാണ് 1 കിലോമീറ്റർ = 1000 മീറ്റർ ആണെങ്കിൽ 1 മീറ്റർ = 1/1000 കിലോമീറ്റർ അല്ലേ? ഇവിടെ കിലോമീറ്റർ ആണോ വലുത്, മീറ്റർ ആണോ വലുത്? കിലോമീറ്റർ ആണ് വലുത്. അന്നേരം കിലോമീറ്ററിനെ മീറ്റർ ആക്കാൻ 1 കിലോമീറ്റർ = 1000. ഇവിടെ മീറ്ററിനെ ചെറുതാണ്. ചെറുതിനെ നിങ്ങൾ എന്താക്കുക? വലുതാക്കുക. വലുതാക്കുമ്പോൾ നിങ്ങൾ എന്ത് കൊടുക്കണം? 1/1000. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 kg. 1 kg = 1000 ഗ്രാം. പഠിച്ചിട്ടില്ലേ? 1000 ഗ്രാം. അന്നേരം 1 ഗ്രാം = 1/1000 കിലോഗ്രാം. അന്നേരം 2 ഗ്രാം = 2/1000 കിലോഗ്രാം. അന്നേരം 2/1000 എന്ന് പറയുമ്പോൾ 3 ഡെസിമൽ പ്ലേസ്. 0.002 kg. അടുത്ത 25 ഗ്രാം. എങ്ങനെ എഴുതാൻ? 25/1000 kg. അന്നേരം 3 ഡെസിമൽ പ്ലേസ്. 0.025 kg. ഇപ്പോൾ 125 ഗ്രാം എങ്ങനെ എഴുതാം? 125/1000 kg. അന്നേരം എത്ര ഡെസിമൽ പ്ലേസ് വേണം? 3. 0.125 kg ആയിട്ട് എഴുതാം. എന്നാൽ 1 കിലോ = 1000 ഗ്രാം. എന്നാൽ 1 ഗ്രാം = 1/1000 കിലോ. ഇനി നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത്? പൈസയുടെ കണക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അന്നേരം 1 റുപ്പി = 100 പൈസ. 100 പൈസ അല്ലേ? റുപ്പി 1 റുപ്പി. അന്നേരം 1 പൈസ = 1/100 റുപ്പി ആണല്ലോ. 1 പൈസ = 1 പൈസ = 1/100 റുപ്പി. എന്നാൽ 2 പൈസ
2/100 rupee അല്ലേ? സിക്കൽ ടു 2/100 rupees സിക്കൽ ടു 2 ഡെസിമൽ പ്ലേസ് വേണം, 0.02 rupee. അടുത്ത 25 പൈസ, 25/100 rupee അല്ലേ? സിക്കൽ ടു 2 ഡെസിമൽ പോയിൻറ്റ്, 0.25 rupee. ഇപ്പം 125 പൈസ എന്ന് പറയുമ്പോൾ എന്തെടുക്കണം? 125/100 എത്ര ഡെസിമൽ പ്ലേസ് മതി? 2. അന്നേരം 1.25 rupees അല്ലേ? അന്നേരം നമുക്ക് റുപ്പി നമ്മൾ ഈ പഠിച്ചതെല്ലാം നമ്മൾ എന്തെടുത്തു തിരിച്ചുകൂടെ നമ്മൾ ചെയ്യുക. 1 rupees-ക്ക് 100 പൈസ, 1 പൈസയ്ക്ക്. എന്നാൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? 1 centimeter-ക്ക് 10 millimeter. അന്നേരം 1 millimeter-ക്ക് 1/10 centimeter. അതുപോലെ 1 meter-ക്ക് 100 centimeter. എന്നാൽ 1 centimeter-ക്ക് 1/100 meter. 1 kilo-ക്ക് 1000 gram. എന്നാൽ 1 gram-ക്ക് 1/1000 kg. 1 kilometer-ക്ക് 1000 meter. 1 meter-ക്ക് 1/1000 kilometer. അതുപോലെ 1 rupees-ക്ക് 100 പൈസ, 1 പൈസയ്ക്ക് 1/100 rupees. ഇനി നമ്മൾ വേറൊരു കാര്യം ഇവിടെ പഠിച്ചിട്ടുണ്ട്, മില്ലി ലിറ്റർ. നമുക്ക് എന്താണ് 1 liter-ക്ക് 1000 milliliter പഠിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ 1 milliliter-ക്ക് 1/1000 ലിറ്റർ. 2 milliliter-ക്ക് 2/1000 ലിറ്റർ. 2/1000 ലിറ്റർ എന്ന് പറയുമ്പോൾ 3 ഡെസിമൽ പ്ലേസ്, 0.002 ലിറ്റർ. 25 milliliter എന്ന് പറയുമ്പോൾ എന്താണ്? 25/1000 milliliter ലിറ്റർ. സിക്കറ്റ് 3 ഡെസിമൽ പ്ലേസ്, എന്നാൽ 0.025 ലിറ്റർ. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇതിനെ നമ്മൾ ഡെസിമലിലാക്കാനാണ് നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചത്. അന്നേരം ഏതൊക്കെ നമ്മൾ പഠിച്ചു? 1 centimeter, 10 millimeter നമ്മൾ നേരത്തെ പഠിച്ച. 1 meter-ക്ക് 100 centimeter. അതുപോലെ 1 kg-ക്ക് 1000 gram. 1 kilometer-ക്ക് 1000 meter. 1 liter-ക്ക് 1000 milliliter. 1 rupees-ക്ക് 100 പൈസ. ഇത്രയും നമ്മൾ പഠിച്ചത് 80 milliliter എങ്ങനെ നമ്മൾ ഉപയോഗിക്കാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലേസ് വാല്യൂ ചാർട്ടാണ്. അടുത്ത പ്ലേസ് വാല്യൂ ചാർട്ട്. പ്ലേസ് വാല്യൂ ചാർട്ട്. ഇപ്പോൾ 30.248 30.248 ഇങ്ങനെ വന്നാൽ നിങ്ങളെങ്ങനെ ചെയ്യും? 30.248 സിക്കൽ ടു ആദ്യം നമ്മൾ എന്തെടുക്കും? ടീച്ചർ നേരത്തെ പറഞ്ഞായിരുന്നു എങ്ങനെ നമ്മൾ എഴുതുന്ന വൺസ്, ടെൻസ്, പിന്നെന്താണ് 1/10, 1/100, 1/1000 ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇതാണ് പ്ലേസ് വാല്യൂ. 30 പോയിൻ്റ് എന്ന് പറയുമ്പോൾ എന്തെടുക്കും? ഈ പോയിൻ്റ് കഴിഞ്ഞുള്ളതാണ് 1/10. അന്നേരം ഇവിടെ എന്ത് വരും? 248 പോയിൻ്റ് കഴിഞ്ഞുള്ള 248. ഇനി 0 ഇതിനി നമ്മൾ ലെഫ്റ്റിലോട്ടാണ് വരുന്നത്. 0 3. അന്നേരം എക്സ്പാൻഡഡ് ഫോം എങ്ങനെ എഴുതും? എക്സ്പാൻഡഡ് ഫോം ഈസ് ഈക്വൽ ടു 3 × 10. ടെൻസ് എന്ന് പറഞ്ഞാൽ 10. 3 × 10 എന്താണ്? 30. 0 × 1 എന്താണ്? 0 × any number is 0. പ്ലസ് 2 × 1/10 എന്ന് വെച്ചാൽ 2/10. പ്ലസ് 4 × 1/100 4/100. പ്ലസ് 8 × 1/1000 എന്ന് പറഞ്ഞാൽ 8/1000 is equal to 30 പ്ലസ് 0 കളഞ്ഞേക്കാം അല്ലേ? ഈ 2/10 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു 0.2 ഒരു ഡെസിമൽ പ്ലേസ്. പ്ലസ് 4/100 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഡെസിമൽ പ്ലേസ്, 0.04. പ്ലസ് 8/1000 എന്ന് പറഞ്ഞാൽ 3 ഡെസിമൽ പ്ലേസ്, 0.008. ഇതാണ് എക്സ്പാൻഡഡ് ഫോം. എന്നാൽ പ്ലേസ് വാല്യൂ ചാർട്ട് മനസ്സിലായി. എക്സ്പാൻഡഡ് ഫോം. അനദർ എക്സാമ്പിൾ 125.78 1.178 എന്നാൽ ഞാൻ ഇത് തന്നെ ഉപയോഗിക്കുകയാണ്. എന്നാൽ നോക്കിയേ, ഇവിടെ ടെൻസ് 100 കൂടെ ഉണ്ട്. ഇവിടെ 3 എണ്ണമില്ലേ?
അന്നേരം നമുക്ക് വേണമെങ്കിൽ 100, ഹൺഡ്രഡ്സ്, ടെൻസ്, വൺസ്, 1/10, 1/100, 1/1000. ഇതല്ലേ. ഇനി നമ്മൾ പോയിൻ്റ് കഴിഞ്ഞുള്ളത് 7, 8, 7, 8. പിന്നെ നമ്മൾ ഇങ്ങോട്ടായിട്ടുണ്ട് 5, 2, 1. ഇനി നമ്മൾ എക്സ്പാൻഡഡ് ഫോം എങ്ങനെ എഴുതും? എക്സ്പാൻഡഡ് ഫോം ഈസ് ഈക്വൽ ടു 1 × 100, 100, 2 × 10, 20, 5 × 1s, 5, 7 × 1/10, 7/10, 8/1/100, 8/100. ഇനി 1/1000 ഇല്ല, എന്നാൽ നമുക്ക് എഴുതണ്ട അല്ലേ. ഈക്വൽ ടു 100 + 20 + 5 + 7/10 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.7. 8/100 എന്ന് പറഞ്ഞാൽ 0.0. ഇതാണ് എക്സ്പാൻഡഡ് ഫോം. അടുത്തത് 42.154. അന്നേരം അതേപോലെ എഴുതാം. വൺസ്, ടെൻസ്, അത് നമ്മൾ ലെഫ്റ്റിലോട്ടാണ് കേട്ടോ. ഹൺഡ്രഡ്സ്, ഇവിടെ ഹൺഡ്രഡ്സ് ഇല്ല, വൺസ്, ടെൻസ്. ഇനി 1/10, 1/100, 1/1000. നോക്കി പോയിൻ്റ് കഴിഞ്ഞ് 154 154 അല്ലേ. ഇത് 2, 4. അന്നേരം നമ്മളെങ്ങനെ എഴുതാം? 4 × 10s, 40, 2 × 1s, 2, 1 × 1/10, 1/10 തന്നെ, 5 × 1/100, 5/100, plus 4 × 1/1000, 4/1000. Equal to 40 + 2 + 1/10 is 0.1, 5/100 is equal to 0.05, plus 4/1000 is equal to 0.004. ഇതാണ് എക്സ്പാൻഡഡ് ഫോം. അടുത്ത ക്വസ്റ്റ്യൻ 178.75. നിങ്ങളൊന്ന് ആലോചിച്ച്, ഇവിടെ വൺസ്, ടെൻസ്, 100, ഇവിടെ എന്താണ്? 1/10. അന്ന് നമ്മൾ ഏതെടുത്താൽ മതി? വൺസ് ഇങ്ങനെ എഴുതാം. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, 1/10, 1/100. ഇനി പോയിൻ്റ് കഴിഞ്ഞ് എന്താണ്? 75. ഇതെന്താണ്? 8, 7. ഇവിടെ 1000 കൂടെ ഉണ്ട് അല്ലേ. അന്നേരം TH. അന്നേരം എക്സ്പാൻഡഡ് ഫോം 1 × 1000 എന്താണ്? 1000, പ്ലസ് 7 × 100, 700, പ്ലസ് 8 × 10, 80. അല്ല, തെറ്റിപ്പോയി. നോക്കിയേ, 178 ഇവിടെ അല്ല എഴുതണ്ട്. 8, 7, 1 ഇങ്ങനെ എഴുതുന്നു. അന്നേരം ഇത് 1000 ഇല്ല. എന്നാൽ നമ്മളിപ്പോൾ കണ്ടോ, ഒരു പ്ലേസ് മാറിപ്പോയപ്പോഴത്തേക്കിന് ആൻസർ എല്ലാം തെറ്റിപ്പോയി. അന്നേരം 8, 1 × 100, 100, 7 × 10, 70, 8 × 1, 8, 7/10, 5/100. Equal to 100 + 70 + 8 + 1/10, 0.1, 5/100 is 0.05. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു ക്വസ്റ്റിനോട് ചെയ്യാം. 1.256. ഇവിടെ നോക്കിയാൽ വൺസ് ഒന്നേ ഉള്ളൂ അല്ലേ. വൺസ്, പിന്നെ 1/10, 1/100, 1/1000, 1, 2, 5, 6 അല്ലേ. പോയിൻ്റ് കഴിഞ്ഞുള്ളതാണ് 1/10. അന്നേരം 1 × 1 എന്താണ്? 1, 2 × 2/10, 5/100, 6/1000. ഇതിനെ എങ്ങനെ എഴുതാം? 1 + 0.2, 0.05, 0.006. ഇതാണ് നമ്മുടെ എന്താണ്? എക്സ്പാൻഡഡ് ഫോം. അന്നേരം പ്ലേസ് വാല്യൂ ചാർട്ടും എഴുതാൻ പറയും, എക്സ്പാൻഡഡ് ഫോം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ചെയ്യാൻ പറ്റുമല്ലോ.
അത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി, വേഗം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് ഡെസിമൽസ്. നിങ്ങൾ ഡെസിമൽസ് ആക്കാനാണ്. റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് ഡെസിമൽസ്. 7/10, 10th. അന്നേരം എന്താണ് 7/10? 7/10 എന്ന് പറഞ്ഞാൽ എന്താണ് 0.7. അടുത്ത 2/10. 2/10 എന്ന് പറഞ്ഞാൽ എന്താണ് 20 അല്ലേ? 2/10, TH ഇല്ല, ടെൻസ്. ആൻഡ് എന്ന് പറയുമ്പോൾ പ്ലസ് 9/10 അന്നേരം 9/10 = 20 പ്ലസ് 9/10 is 0.9. അടുത്ത 14.6. 14.6 എങ്ങനെ 14.6 അല്ലേ? നമ്മൾ എഴുതാൻ ചോദിച്ചേക്കുക. 102 ones. 102 ones എങ്ങനെ എഴുതാം? 100 എഴുതി. ടെൻസ് ഉണ്ടോ? ഇല്ല, 2 onesേ ഉള്ളൂ ഇല്ല. അന്നേരം നമ്മൾ ടെൻസിൻ്റെ അവിടെ 0 ഇട്ടു. 102 ones. 102 ones. അടുത്ത റൈറ്റ് ദ ഫോളോയിങ് ഡെസിമൽസ് ആസ് എ ഫ്രാക്ഷൻ. റെഡ്യൂസ് ദ ഫ്രാക്ഷൻ ടു ദ ലോവസ്റ്റ് ഫോം. അന്നേരം ഇതിനെ നിങ്ങൾ എന്താക്കണം? ഇതിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ 0.6 എന്ന് പറയുമ്പോൾ പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡെസിമൽ പ്ലേസേ ഉള്ളൂ? 1 ഡെസിമൽ പ്ലേസ്. 1 ഡെസിമൽ പ്ലേസ് ആണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 6/10 അല്ലേ? 2 ഡെസിമൽ പ്ലേസ് ഉണ്ടെങ്കിൽ 100 എഴുതാം അല്ലേ? ഇത് തിരിച്ച് പറഞ്ഞേക്കുക. നമ്മളിതുവരെ 6/10നെയാണ് 0.6 എഴുതുന്നത്. ഇവിടെ എന്താണ്? ഇതിനെ നമ്മൾ എന്താക്കണം? ഫ്രാക്ഷൻ ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ 0.6 എന്ന് പറഞ്ഞാൽ 6/10. 6/10ൻ്റെ ലോവസ്റ്റ് ഫോമാണ്. നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിൽ ലോവസ്റ്റ് ഫോം പഠിച്ചത് എങ്ങനെയാണ്? 2 × 3, 2 × 5. 2 വെട്ടി. അന്നേരം ലോവസ്റ്റ് ഫോം ഈസ് 3/5. അടുത്ത 2.5. 2.5 ഈസ് റിട്ടൺ ആസ് എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 1 ഡെസിമൽ പ്ലേസ്. അതുകൊണ്ട് നമുക്ക് 10, 25/10. ഇനി 25-നകത്ത് പോയിൻ്റ് ഇടണ്ട. 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിൻ്റ് മാറ്റാം. ഇവിടെ 1 ഡെസിമൽ പ്ലേസ് ആണുള്ളത്. അന്നേരം നമ്മൾ എന്തെടുത്തു? 10. പിന്നെ പോയിൻ്റ് ഇടേണ്ട കാര്യമുണ്ടോ? ഇല്ല. 25/10. 25/10നെ നമ്മൾ ലോവസ്റ്റ് ഫോം ആക്കാൻ ഇതിനെ 5 × 5. 5 × 2. 5ഉം 5ഉം വെട്ടി. എന്നാൽ ലോവസ്റ്റ് ഫോം ഈസ് 5/2. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. അടുത്ത 3.8. 3.8 എന്ന് പറയുമ്പോൾ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 2 ഡെസിമൽ പ്ലേസ്. 1 ഡെസിമൽ പ്ലേസ്. അന്നേരം 30. പിന്നെ പോയിൻ്റ് ഇടണ്ട. 38/10 = 2 × 19. 2 × 5. 2 × വെട്ടി. അന്നേരം ആൻസർ ഈസ് 19/5. ദ ലോവസ്റ്റ് 10. 13.7. അവിടെ 1 ഡെസിമൽ പ്ലേസേ ഉള്ളൂ. എന്നാൽ 37/10. ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം നമ്മളത് ലോവസ്റ്റ് ഫോം തന്നെയാണ്. ഇനി 0.45. 45 എന്ന് പറയുമ്പോൾ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 2 ഡെസിമൽ പ്ലേസ്. എന്നാൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതാം? 45/100. 45/100. ഇനി നമുക്ക് ഇങ്ങനെ എഴുതാം 5 × 9. 5 × 20. 5 വെട്ടിയാൽ മറ്റേ നമുക്ക് ആൻസർ എന്തിട്ട്? 9/20 ഈസ് ദ ലോവസ്റ്റ് ഫോം. അന്നേരം നിങ്ങൾ ആലോചിക്കണം, പോയിൻ്റ് കഴിഞ്ഞാൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടെന്ന് നോക്കണം. 2 ഡെസിമൽ പ്ലേസ് ആണെങ്കിൽ 100. ഇപ്പോൾ 0.06 പോയിൻ്റ് കഴിഞ്ഞ് എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. എന്നാൽ നമ്മളിതിനെ എന്തെടുക്കാം? 6/100. 06 എന്ന് എഴുതേണ്ട കാര്യമില്ല, എന്നുവെച്ചാൽ അത് വേണ്ട കേട്ടോ. അന്നേരം 6/100. 2 × 3, 2 × 50. 2 × 2 വെട്ടിയാൽ ആൻസർ എന്ത് കിട്ടി? 3/50 കിട്ടി. അന്നേരം ഇതിനെ നമ്മൾ ഇത് നിങ്ങൾക്ക് ഡെസിമൽ തരും, നിങ്ങളതെന്തെടുക്കണം? ഫ്രാക്ഷൻ ആക്കുന്ന ജോലിയാണ്. ഇപ്പം വേറൊരു എക്സാമ്പിൾ. ഇപ്പം 0.25. 0.25 ഇതിനെ നമ്മളെങ്ങനെ ആക്കുന്നത്? 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. എന്നാൽ 25/100. ഇതിൻ്റെ ലോവസ്റ്റ് ഫോം എങ്ങനെയാണ്? 5 × 5. 5 × 20. പിന്നെയും വിട്ട്. ഇനിയും നമുക്ക് ചെയ്യാം. 5 × 1. 5 × 4. അന്നേരം ആൻസർ എന്താണ്?
1/4 ആണ്. അതുപോലെ ഇപ്പോൾ 3 നമ്പറുള്ള എടുക്കുക. 0.125 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? ഇവിടെ 3 ഡെസിമൽ, അന്നേരം 125/1000. അന്നേരം നമുക്ക് എങ്ങനെ എഴുതാം? പിന്നെ എങ്ങനെ എഴുതാം? 125 25 × 5 25 × 400 40 അല്ലേ? എന്നാൽ 25 വെട്ടി 5/40 കിട്ടി. ഇനി 5നെ പിന്നെയും ചെയ്യാം. 5 × 1 5 × 8. അന്നേരം ആൻസർ എന്ത് കിട്ടി? 1/8 എന്ന് കിട്ടി. എന്നാൽ ലോവസ്റ്റ് ഫോം മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്. എന്നാൽ എക്സ്പ്രസ് ദ ഫോളോയിങ് ആസ് സെൻറ്റിമീറ്റർ ഇൻ യൂസിങ് ഡെസിമൽസ്. എന്നാൽ 2 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചതാണ്. 2 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 2/10 സെൻറ്റിമീറ്റർ = 0.2 സെൻറ്റിമീറ്റർ. അടുത്ത 30 മില്ലിമീറ്റർ 30/10 സെൻറ്റിമീറ്റർ. 10 എന്ന് പറയുമ്പോൾ ഒരു ഡെസിമൽ പ്ലേസ് 3.0 സെൻറ്റിമീറ്റർ. 116 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ 116/10 = ഒരു ഡെസിമൽ പ്ലേസ് 11.6 സെൻറ്റിമീറ്റർ. ഇവിടെ നോക്കിയേ 4 സെൻറ്റിമീറ്റർ 2 മില്ലിമീറ്ററാണ്. അന്നേരം 4 സെൻറ്റിമീറ്റർ അവിടെ ഇരിക്കട്ടെ. 2 മില്ലിമീറ്ററിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. 2 മില്ലിമീറ്റർ 2 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 2/10 ആണ് അല്ലേ? = 0.2 അല്ലേ? 0.2 സെൻറ്റിമീറ്റർ. അന്നേരം നമ്മൾ എന്തോ എടുക്കണമെന്നോ? 4.2 സെൻറ്റിമീറ്റർ. അന്നേരം സെൻറ്റിമീറ്ററിനൊന്നും ചെയ്യേണ്ട. 2 മില്ലിമീറ്റർ ഇങ്ങോട്ട് മാറ്റി നമ്മളതിനെ എന്താക്കണം? സെൻറ്റിമീറ്റർ ആക്കണം. എന്നിട്ട് 4.2 സെൻറ്റിമീറ്ററായിട്ട് എഴുതണം. അടുത്ത 162 മില്ലിമീറ്റർ. അന്നേരം 162/10 സെൻറ്റിമീറ്റർ. അന്നേരം ഒരു ഡെസിമൽ പോയിൻറ്റ് 16.2 സെൻറ്റിമീറ്റർ. ഇത് നിങ്ങൾ എക്സ്പ്രസ് ദ ഫോളോയിങ് ഡെസിമൽ ആസ് സെൻറ്റിമീറ്റർ യൂസിങ് ഡെസിമലാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത്. അന്നേരം ഇത്രയും ചെയ്യാൻ അറിയാമല്ലേ? ഇനി ഷോ ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ ദ നമ്പർ ലൈൻ. നമ്പർ ലൈനിൽ നമ്മളെങ്ങനെ ഇത് അടയാളപ്പെടുത്താമെന്ന പറഞ്ഞേക്കുന്നത്. നമ്പർ ലൈനിൽ ഇതാണല്ലോ നമ്പർ ലൈനിൽ. അന്നേരം നിങ്ങൾ എന്തോ എടുക്കണം? നമ്പർ ലൈനിൻ്റെയാണ് ഡെസിമൽസ് ക്യാൻ ബി റിട്ടൺ ക്യാൻ ബി റെപ്രസെൻറ്റ്സ് ഓൺ എ നമ്പർ ലൈൻ. ടു റെപ്രസെൻറ്റ്സ് ടെൻസ് നമ്മൾ അടയാളപ്പെടുത്തണമെങ്കിൽ ടെൻത്ത് എന്ന് പറഞ്ഞാൽ 1/10 അടയാളപ്പെടുത്തണമെങ്കിൽ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈച്ച് whole number on a number line is partitioned into 10 equal parts. അന്നേരം 1/10 അടയാളപ്പെടുത്തണമെങ്കിൽ നമ്മൾ എന്തെടുക്കണം? 0 തൊട്ട് 1 വരെ അടയാളപ്പെടുത്തണമെങ്കിൽ അതിനെ എന്തെടുക്കണം? 10 ഈക്വൽ പാർട്സ് ആക്കണം. അതായത് 1 2 3 4 5 6 7 8 9 10 ഈക്വൽ പാർട്സ് ആക്കണം. വേർ ഈച്ച് പാർട്ട് റെപ്രസെൻറ്റ്സ് 1/10. അന്നേരം ഇതെന്താണ്? 1/10. ഇത് 2/10 3/10 4/10 5/10 6/10 7/10 8/10 9/10. ഇത് 10/10. 10/10 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അന്നേരം നിങ്ങളെന്തോർത്ത് നമ്പർ ലൈനിൽ നമ്മൾ ഇതിനെ പാർട്ടീഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? 10 ഈക്വൽ പാർട്സ് ആയിട്ട് ചെയ്യണം അല്ലേ? വേർ ഈച്ച് പാർട്ട് റെപ്രസെൻറ്റ്സ് ദ 1/10. അന്നേരം 1.9 0.2 എങ്ങനെ അടയാളപ്പെടുത്തും? 0.2 എന്ന് പറഞ്ഞാൽ 2/10 അല്ലേ? അന്നേരം ഇതാണ് 2/10 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.2 ആണ്. അതുപോലെ 1.9 എന്ന് പറയുമ്പോൾ 0 തൊട്ട് 1 വരെ 10, 1 തൊട്ട് 2 വരെ എന്താണ്? 10. അന്നേരം മൊത്തം 1 വന്നു. ഇനി 9 പാർട്സ് എങ്ങനെയാണ്? 1 2 3 4 5 6 7 8 9 കണ്ട. അന്നേരം ഇതാണ് 1.9. എന്നാൽ നിങ്ങൾ 10 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് വേണം 1 എഴുതാൻ. പിന്നെയും 10 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് വേണം 2 എഴുതാൻ. എന്നാൽ 1.9 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. അടുത്ത 1.1 എങ്ങനെ അടയാളപ്പെടുത്തും? 1 10 ഈക്വൽ പാർട്സ്, പിന്നെയും നമ്മൾ 10 ഈക്വൽ പാർട്സ്. അന്നേരം 1 മൊത്തമായി. 1.1 എന്ന് പറയുമ്പോൾ എവിടെ വരും? 1.1. ഇപ്പോൾ 2.5 എങ്ങനെ അടയാളപ്പെടുത്തും? 2.5 1 ഇട്ടു 10 ഈക്വൽ പാർട്സ്, പിന്നെ 2.
എന്നാൽ 3 വരെ അടയാളപ്പെടുത്തണം അല്ലേ. എന്നാൽ 2.5 എന്ന് പറയുമ്പോൾ 2 കഴിഞ്ഞ് 1 2 3 4 5 ഇതാണ് 2.5. എന്നിട്ട് ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് മനസ്സിലായല്ലോ. അന്നേരം നമ്മളെങ്ങനെയാണ് പിന്നെ നമുക്ക് ഇതിനെ ഡെസിമലിനെ നമുക്ക് എന്താക്കാം, നമ്പർ ലൈനിൽ നമുക്ക് അടയാളപ്പെടുത്താം അല്ലേ. 10th 1/100 1/1000 can be represented on the number line അല്ലേ. To represent the tenths, the distance between each whole number on the number line is partitioned into 10 equal parts where each part represents 1/10. മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്. ഇനി നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഷോ ദ ഫോളോയിങ് നമ്പേഴ്സ് ഓൺ ദ നമ്പർ ലൈൻ. അന്നേരം ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. ഇതിൻ്റെ നോട്ടാണ്. ഇതിൻ്റെ നോട്ടൊന്ന് ഓടിച്ച് പറഞ്ഞേക്കാം. നോക്കിയേ. ടു അണ്ടർസ്റ്റാൻഡ് ദ പാർട്ട് ഓഫ് വൺ ഹോൾ we represent the unit by a block. One block divided into 10 equal parts. Each part is 1/10. 1/10 of a unit. It can be written as 0.1 in the decimal notation. Every fraction with the denominator 10 can be written in the decimal notation. 3/10 is 0.3, 5/10 is equal to 0.5, 32/10 is equal to 3.2, 315/10 is equal to 31.5. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഡെസിമൽ പ്ലേസ്. വൺ ബ്ലോക്ക് ഡിവൈഡഡ് ഇൻറ്റു 100 ഈക്വൽ പാർട്സ് മീൻസ് ഈച്ച് പാർട്ട് ഈസ് 1/100 means 1/100th of a unit. It can be written as 0.01 in the decimal notation. Every fraction with the denominator 100 can be written in the decimal notation. 3/100 is equal to 0.03, 4/100 is equal to 0.04, 15/100 is equal to 0.15, 215/100 is equal to 2.15. എന്നാൽ 100 എന്ന് പറയുമ്പോൾ 2 ഡെസിമൽ പ്ലേസ് വരും. ഇനി 1/1000 is equal to 0.001. എന്നാൽ 3/1000 is equal to 0.003. 4/1000 is equal to 0.004. 25/1000 is equal to 0.025. പോയിൻ്റ് കഴിഞ്ഞ് 3 ഡെസിമൽ പ്ലേസ്. 125/1000 is equal to 0.125. ഇനി നമുക്ക് 1 സെൻറ്റിമീറ്ററിനെ എങ്ങനെ എഴുതാം? 10 മില്ലിമീറ്റർ. അന്നേരം 1 മില്ലിമീറ്റർ is equal to 1/10 സെൻറ്റിമീറ്റർ is equal to 0.1 സെൻറ്റിമീറ്റർ. ഇനി 5 മില്ലിമീറ്റർ 12 മില്ലിമീറ്റർ ഇത് പറഞ്ഞേക്കും. അടുത്ത 1 മീറ്റർ is equal to 100 സെൻറ്റിമീറ്റർ. എന്നാൽ 1 സെൻറ്റിമീറ്റർ is equal to 1/100 മീറ്റർ is equal to 0.01 മീറ്റർ. എന്നാൽ 3 സെൻറ്റിമീറ്റർ is equal to 3/100 മീറ്റർ is equal to 0.03. അതാണ് ഇത് പറഞ്ഞേക്കുന്നത്. അടുത്ത 1 കിലോമീറ്റർ is equal to 1000 മീറ്റർ. എന്നാൽ 1 മീറ്റർ is equal to 1/1000 കിലോമീറ്റർ is equal to 0.001 കിലോമീറ്റർ. എന്നാൽ 2 മീറ്റർ 2/1000. 1000 എന്ന് പറയുമ്പോൾ 3 ഡെസിമൽ പ്ലേസ് വരണം. അതുപോലെ 1 kg is equal to 1000 gram. 1 gram is equal to 1/1000 kg എന്ന് പറയുമ്പോൾ 3 ഡെസിമൽ പ്ലേസ് വരും. എന്നാൽ 5 gram എന്ന് പറയുമ്പോൾ 5/1000 എന്ന് പറയുമ്പോൾ എന്താണ്? 3 ഡെസിമൽ പ്ലേസ്. അങ്ങനെ നമ്മൾ പഠിക്കുന്നതാണ് അത് പറഞ്ഞേക്കുന്നത്. അതുപോലെ 1000 milliliter is equal to 1 liter. അന്നേരം 1 milliliter is equal to 1/1000 ലിറ്റർ. ഇവിടെ 3 ഡെസിമൽ പ്ലേസ് ആണ്. 100 പൈസ is equal to 1 rupee. എന്നാൽ 1 പൈസ is equal to 1/100 rupee is equal to 0.01. എന്നാൽ 100 ആകുമ്പോൾ 2 ഡെസിമൽ പ്ലേസ് വരും. ഇനി 3 പൈസ is equal to 3/100. അങ്ങനെയാണ് ഇത്. അടുത്ത പ്ലേസ് വാല്യൂ ചാർട്ടാണ്. പ്ലേസ് വാല്യൂ ചാർട്ട് എന്ന് പറയുമ്പോൾ 30 2 4 8. എന്നാൽ നമ്മളെങ്ങനെ എടുത്തു? ടെൻസ്, വൺസ്, ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/10. 100th എന്ന് പറഞ്ഞാൽ 1/100. ഇതെന്താണ്? 1/1000. എന്നിട്ട് നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്തേക്കും. അതുപോലെ 125/7 8 എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് ഹൺഡ്രഡ്സ്, ടെൻസ്, വൺസ്. 10th എന്ന് പറഞ്ഞാൽ 1/10. 100th എന്ന് പറഞ്ഞാൽ 1/100. എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തന്നെ ചെയ്യാനാണ് ഈ 3 പ്രോബ്ലം. നിങ്ങൾക്ക് എക്സ്പാൻഡഡ് പ്ലേസ് വാല്യൂ ചാർട്ടും ചെയ്യണം. പ്ലേസ് വാല്യൂ ചാർട്ട് വരച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ എക്സ്പാൻഡഡ് ഫോം ചെയ്യണം. റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് ഡെസിമൽ. ഇതിനെ ഡെസിമലാക്കാനാണ്. റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് ഡെസിമൽ. ഇതിനെ ഡെസിമലാക്കാനാണ്. ഇതിനെ എങ്ങനെയാണ് ഡെസിമലാക്കുന്നത്? 3 + 7/10. 3 + 7/10 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 + ഇത് 0.7 = 3.7. അടുത്ത എന്താണ്? 200 +
60 plus 5 plus 1 by 10 plus 2 by 100. അന്നേരം നമുക്കത് ഇതെത്രയാണ്? 265 ആണ് അല്ലേ. 1 by 10 എന്ന് പറഞ്ഞാൽ 0.1. ഇതെന്താണ്? 0.02. ഇത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ നോക്കി 265.000 0.1 പോയിൻ്റ് എല്ലാം ഒരേപോലെ വരണം. 0.02 0.21562. The answer is 265.120. നമ്മളെപ്പോഴും പോയിൻ്റ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അന്നേരം ഇതിങ്ങനെ ഡെസിമലാക്കാനാണ്. അടുത്ത 70 plus 8 by 10 plus 12 by 100. ഇത് വരുമ്പോൾ എങ്ങനെയാണ്? 70 plus 8 by 100 എന്ന് പറഞ്ഞാൽ 0.8. 12 by 100 is equal to 0.12. ഇതെങ്ങനെ ആഡ് ചെയ്യുന്നത്? 70 കഴിഞ്ഞാൽ ഇവിടെ പോയിൻ്റ് ഉണ്ട്. അന്നേരം 0 ഇട്ട് കൊടുത്തേക്കണം. അടുത്ത 0 എന്ന് വെച്ചാൽ 0 കറക്റ്റായിട്ട് വരാനാണ്, പോയിൻറ്റും കറക്റ്റായിട്ട് വരാൻ. 0.8. അന്നേരം പോയിൻ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞ് പോയിൻ്റ് ഇട്ട് കൊടുക്കണം. ഇനി 0.12. അന്നേരം 2 8 plus 1 9 0 7. ദ ആൻസർ ഇസ് 70.92. അടുത്തത് പിന്നെ 2/5. 2/5നെ ഡെസിമലാക്കാനാണ്. 2/5നെ ഡെസിമലാക്കാൻ നമുക്ക് ഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരണം? 10 വരണം. 10 വരാൻ നമ്മൾ എന്ത് കൊടുക്കണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അന്നേരം 4/10 കിട്ടി. അന്നേരം നമുക്ക് എന്ത് കിട്ടി? 0.4 എന്ന് കിട്ടി. അന്നേരം ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ തന്നാൽ നിങ്ങൾ അതിൻ്റെ ഡിനോമിനേറ്റർ 10 100 ഒക്കെ ആക്കണം. ആക്കുമ്പോൾ നമുക്ക് ഡെസിമലാക്കാം. അടുത്ത 3/2. 3/2നെ നമുക്ക് എങ്ങനെ എഴുതാം? 2നെ നമുക്ക് എന്താക്കാം? 5 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ. എന്നാൽ നമ്മൾ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിനെ എന്ത് കൊടുക്കണം? ആ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അന്നേരം 15/10 എന്ന് കിട്ടി. അന്നേരം എത്ര ഡെസിമൽ പ്ലേസ് ആണ്? 1 ഡെസിമൽ പ്ലേസ് ആണ്. എന്നാൽ നിങ്ങൾ ഡിനോമിനേറ്ററിനെ എന്താക്കണം? ഏതെങ്കിലും 10 100 ഒക്കെ ആക്കണം. ഇപ്പം 3/5. 3/5. അന്നേരം ഇതൊരു മിക്സർ ഫ്രാക്ഷനാണ്. എന്നാൽ അതിനെ ഇംപ്രോപ്പറാക്കുക. 3 × 5 15 plus 3 18/5 എന്ന് കിട്ടി. ഇനി എന്തെടുത്തു? 5നെ എന്താക്കണം? 10 ആക്കണം. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2. അന്നേരം 36/10 എന്ന് കിട്ടി. 36/10 എന്ന് പറയുമ്പോൾ എത്ര ഡെസിമൽ പ്ലേസ് ആണ്? 1 ഡെസിമൽ പ്ലേസ്. എന്നാൽ നമുക്ക് 3.6 കിട്ടിയില്ലേ. അടുത്ത 4 1/2. 4 1/2. എന്നാൽ മിക്സർ ഫ്രാക്ഷനെ ഇംപ്രോപ്പർ. 4 2s are 8 plus 1 9/2. ഇനി 2നെ നിങ്ങൾക്ക് എന്താക്കണം? 10 ആക്കണം. അന്നേരം 5. ഇപ്പോൾ 10 ആക്കാൻ പറ്റിയില്ലെങ്കിൽ 100 ആക്കണം കേട്ടോ. എന്നാൽ 945/10 എന്ന് പറയുമ്പോൾ 4.5. അടുത്ത ക്വസ്റ്റ്യൻ 3/4. 4നെ നമുക്ക് 10 ആക്കാൻ നോക്കുമോ? ഇല്ല. ഇതിനെ നമുക്ക് 100 ആക്കാനാണ് പറ്റുന്നത്. എന്താ കാര്യം? 25. അന്നേരം എന്ത് കിട്ടി? 75/100 = 0.75. ഇങ്ങനെ ആക്കുന്ന കാര്യം മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫ്രാക്ഷൻ തന്നാൽ ഡെസിമലാക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഡിനോമിനേറ്റർ എന്താക്കണം? 10 100 1000 ഒക്കെ ആക്കണം. ഇപ്പോൾ 1/8 എന്ന് വന്നെന്ന് വെച്ചു. എന്നാൽ നിങ്ങൾ എന്ത് കൊടുക്കുക? എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടത്തില്ല, 100 കിട്ടത്തില്ല? നമ്മൾ പഠിച്ചിട്ടുണ്ട് 8 × 125,000 ആണ് അല്ലേ. അന്നേരം 125/1000. അന്നേരം എത്ര ഡെസിമൽ പ്ലേസ് ഇടും? 3 ഡെസിമൽ പ്ലേസ് ഇടും. ഇങ്ങനെ നമ്മൾ ഇതിനെ എന്ത് കൊടുത്തേക്കുക? ഫോളോയിങ് റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഡെസിമൽസ്. റൈറ്റ് ദ ഫോളോയിങ് ഡെസിമൽസ് ആസ് ദ ഫ്രാക്ഷൻ. 0.6നെ ഫ്രാക്ഷനാക്കുക, 2.5നെ ഫ്രാക്ഷനാക്കുക. ഫ്രാക്ഷനാക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഡെസിമൽ പോയിൻ്റ് ഉണ്ടെന്ന് വെച്ചാൽ അത്രയും 10. ഇതിനെ എങ്ങനെ എഴുതാം? 6/10. ഇത് 25/10, 38/10. എന്നിട്ട് അതിൻ്റെ എന്താക്കണം? ലോവസ്റ്റ് ഫോം ആക്കണം. എക്സ്പ്രസ് ദ ഫോളോയിങ് ആസ് സെൻറ്റിമീറ്റർ യൂസിങ് ഡെസിമൽ. 2 മില്ലിമീറ്ററിനെ നമ്മൾ ചെയ്യാനിപ്പം പഠിച്ചല്ലോ. 30 millimeter to 100. ഇനി ഷോ ദ ഫോളോയിങ് നമ്പേഴ്സ് ഓൺ ദ നമ്പർ ലൈൻ. അന്നേരം നമ്മൾ ഇനി ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. All the children are advised to watch this video once again and write the answers to all the questions in your notebooks. Bye.